നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കുമ്പോൾ ഏറെ പ്രവാസികൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അതെ, വർഷങ്ങളോളം തൊഴിൽ ചെയ്തു വന്ന പ്രവാസികൾക്ക് ഇനി തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് സ്വദേശിവൽക്കരണം എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നത്. ഇതിനോടകം തന്നെ കുവൈറ്റ്, സൗദി അറേബ്യ, ഒമാൻ പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. തൊഴിൽ നഷ്ടപ്പെട്ടത് മൂലമാണ് ഇത്തരത്തിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ഇപ്പോഴത്തെ UAEയും ഈ പാത പിന്തുടരുന്നു. ചെറുതായെങ്കിലും ഇത് പ്രവാസികളെ ബാധിക്കുന്നു. സ്വദേശിവൽക്കരണ നിബന്ധനകൾ പാലിക്കാത്ത സ്വകാര്യ കമ്പനികൾക്ക് ഇപ്പോഴിതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് UAE. വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വദേശികളെ നിയമിക്കാത്ത കമ്പനികൾ ഓരോ വർഷവും കനത്ത പിഴ നൽകേണ്ടി വരികയാണ്. നിയമം ലംഘിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രതിമാസം 6000 ദിർഹം പിഴ ഒടുക്കേണ്ടി വരും. ഇത് 2023 ജനുവരി മുതൽ എല്ലാ വർഷവും 1000 ദിർഹം വീതം വർദ്ധിക്കും. 2023 എല്ലാ മാസവും 6000 ദിർഹം പിഴയും നൽകേണ്ടി വരും. അടുത്ത വർഷത്തോടെ പിഴ പ്രതിമാസം 7000 ദിർഹമായി വർദ്ധിക്കും. 2026ഓടെ പിഴ 10,000 ദിർഹത്തിലെത്തുകയും ചെയ്യും. എന്നാൽ വർക്ക് പെർമിറ്റുകളും വിസകളും നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസിൽ 80% ഇളവ് ഉൾപ്പെടെ ഉയർന്ന നിരക്കിൽ സ്വദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ഇൻസെന്റീവുകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ സ്വദേശികളുടെ നിരക്ക് 10% പുതിയ സംവിധാനം UAE സ്വീകരിച്ചു വരികയാണ്. നിലവിൽ 31,000 സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തു വരികയാണ്. 2% എമിറേറ്റൈസേഷൻ നിയമം അനുസരിച്ച് കമ്പനികൾ 50 തൊഴിലാളികൾക്ക് ഒരു പൗരനെ നിയമിക്കണം. അതോടെ എല്ലാ വർഷവും നൽകുന്ന 1.2 മില്യൺ വർക്ക് പെർമിറ്റുകളിൽ നിന്ന് 12,000 സ്വദേശികൾക്ക് ജോലികൾ ഉണ്ടാകും. UAE ക്യാബിനറ്റിന് ശേഷം മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാറാണ് പുതിയ നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം പ്രത്യേക എമിറേറ്റ്സ് ID ഇഷ്യൂ അഥവാ പുതുക്കൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. ദുബായിലെ താമസക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് പുതിയ തീരുമാനം ബാധകമാക്കുക. ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. UAEയിലെ താമസക്കാർക്ക് നൽകുന്ന എമിറേറ്റ്സ് ID കാർഡ് ഇപ്പോൾ അവരുടെ താമസം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയാണ്. ഇതോടെ രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾക്ക് താമസ സ്റ്റിക്കർ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. താമസ ID നൽകുന്നതിനോ പുതുക്കി നൽകുന്നതിനോ ഉള്ള അപേക്ഷകൾക്കായി ഏകീകൃത ഫോം സേവനങ്ങൾ തന്നെ ഉപയോഗിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. നിലവിൽ പ്രത്യേക ID അപേക്ഷ നൽകുന്നവർക്ക് മാത്രമേ പ്രത്യേക റെസിഡൻസി സേവനങ്ങൾ ലഭ്യമാകൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.